കൊടുങ്ങല്ലൂരിൽ വാണിടും അമ്മേ ശ്രീലകത്ത. ജോസഫ് പറയ്. ഞാൻ അറിഞ്ഞി. ഞാൻ ഇന്നലെ രാത്രി മൊത്തം എവിടെയായിരുന്നു. ശരി, ഓക്കെ. എത്ര കേട്ടോ? 20 രൂപ. ചായ 2 മണിക്കൂറായിരിക്കുന്നു. ചായയിൽ ഈ ചെയ്യണതല്ല അവൻ അറിഞ്ഞിട്ടില്ല. ഹലോ മെമ്പറെ, ഞാൻ അവിടെ എത്തണം. ഒരു 5 മിനിറ്റ്. ചേട്ടാ 10 രൂപ. പോലെ ക്ലാസ് ഉണ്ടെന്ന് എപ്പോഴെടുക്കണ സമയം വല്ലതും? 11 മണിയാവും. ഇനി ആരെങ്കിലും വരാനുണ്ടാ? രാത്രി 10 മണിക്കാണ് അവസാനത്തെ ബസ്. അതുകൂടെ നോക്കാം. പിന്നെ ആരും എൻ്റെ സാധ്യതയില്ല. ചേട്ടാ ചായ. ചേട്ടാ 3 ചായ. എവിടെക്കണ മോനെ? മരിച്ചോടുത്തുക. ഇരിക്കട്ടാ. ഒരെണ്ണം വെള്ളം കുറച്ച് പാല് കൂട്ടി എടുത്തോട്ടാ. ചായ കേട്ടാ. സൂക്ഷിച്ചുണ്ടോ കേട്ടാ. ശരി ചേട്ടാ ഗ്ലാസ്. എത്രയായി? അവിടെ 20 രൂപ. അത് വെച്ചോ. ആ പയ്യൻ 3 ചായ പറഞ്ഞില്ലേ, അതിരിക്കട്ടെ. നിങ്ങൾ മരിച്ചെടുത്തുക്കുന്ന? അതെ. നീ 10 മണിയാ പറയും. എനിക്ക് ഓഫീസിൽ പോണം. ടാന് വരട്ടെ. കുറച്ച് തിരക്കുണ്ട്, പോയിട്ട് വരാം. നീ ഇതെവിടെയാ? എന്തോരം നേരെ ഞാൻ വിളിക്കുന്നു. ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കാം. അടി പൈസ ആയിട്ടില്ല. ഞാനിപ്പോൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കണേ. ഞാൻ നിന്നിപ്പോൾ തിരിച്ചു വിളിക്കാം. ഹലോ 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 ഹലോ. ഹായ്. അമ്മ വരുന്നുണ്ടെന്ന് തോന്നണം. ചേട്ടാ അറിഞ്ഞാ? എന്താ? ഈ സുനിച്ചേട്ടൻ്റെ വീട്ടിൽ കള്ളം കയറി 35 പവൻ സ്വർണം പോയെന്നാണ് കേൾക്കണത്. അബിക്കാടെ CC ക്യാമറയിൽ അതിന്റെ വീഡിയോ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മോളുടെ കല്യാണത്തിന് വെച്ച സ്വർണ്ണം വരുന്നു. ഇവരെ നല്ല കണ്ടുപിടിച്ചോണ്ട് ഇന്നലെ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്.
ആ ഇവരെ എവിടെയോ കണ്ട പോലെ തോന്നി ചേട്ടാ എനിക്ക്. ചേട്ടോ 2 സോഡ. ബാങ്കോ? അതും പകലോ? ഓഫ് ഡേ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആവാം. 10-15 കൊടുത്താ നല്ല ഫോൺ കിട്ടുന്ന നാടാ നമ്മുടേത്. അവര് ഫോണിൽ കളിച്ചിരിക്കട്ടെന്നേ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ വിലപ്പെട്ട നിമിഷങ്ങൾ വിരൽ തുമ്പുകൾ കൊണ്ട് തള്ളി നീക്കുമ്പോൾ ഒന്നോർക്കുക, നമ്മൾ പിന്തുടരുന്ന വിപത്തുകളെ കുറിച്ച്. എങ്കിലും പറയട്ടെ, മറ്റുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ സ്വയം നിയന്ത്രണം മാത്രമാണ് പ്രതിവിധി. തകരാതിരിക്കട്ടെ ജീവിതങ്ങൾ ഈ ഒരു വിപത്ത് മൂലം. ടാർഗറ്റ് ടു ബി കണ്ടിന്യൂ.